MDMA ആണ് ഈ രീതിയിൽ വളരുമെന്നൊന്നും അദ്ദേഹം കരുതിയിട്ടില്ല. അതിനുശേഷം 1970 അമേരിക്കയിലെ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്റ്റായ അലക്സാണ്ടർ ഷഗൻ എന്ന് പറയുന്ന ആള് ഈ MDMA കണ്ടുപിടിക്കുന്നത്. പക്ഷെ അതും MDMA കണ്ടുപിടിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചതല്ല, മറിച്ച് രക്തക്കൊള്ളുകൾ ചുരുങ്ങുന്ന അസുഖത്തിനുള്ള ഒരു ഔഷധം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ പരീക്ഷണങ്ങളുടെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് MDMA എന്ന് പറയുന്ന സാധനം കണ്ടെത്തുന്നത്. ഈ അലക്സാണ്ടർ ഷഗനാണ് ദ ഗോഡ് ഫാദർ ഓഫ് എക്സ്റ്റസി എന്ന് പറയുന്ന അറിയപ്പെടുന്നത്, അതായത് ഉന്മാദത്തിന്റെ തലതൊട്ടപ്പൻ. എപ്പോഴും നമ്മളുടെ മക്കൾ ഇതിലേക്ക് പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു 80കളുടെ അവസാനമോ 90കളുടെ തുടക്കത്തിലോ ഉള്ള പേരൻസ് ആണ് നമ്മുടെ കുട്ടികളെ ഗൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെതായ കുറെ പ്രശ്നങ്ങൾ ഉണ്ട്. കാരണം ലോകത്ത് ഇന്ന് വരെ ഒരു എക്സ്പീരിയൻസും ആവശ്യമില്ലാത്തൊരു പണി അതാന്ന് പറയാമോ? നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ, ഒരു തൂപ്പുകാരൻ്റെ പണിക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡ്രൈവറുടെ പോസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ ചെയ്യും അല്ലേ? ഈ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മളോട് നമ്മുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിക്കും അല്ലേ? പക്ഷെ ഒരു എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്തൊരു പണി അറിയാമോ? രക്ഷകർത്താവുക എന്നുള്ളതാണ് ഒരു എക്സ്പീരിയൻസും ആവശ്യമില്ലാത്ത. സംടൈം ഒരുപക്ഷെ എക്സ്പീരിയൻസ് ഒരു ഡിമെറിറ്റായി അല്ലെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷനായി മാറുന്ന പണിയാണ് രക്ഷകർത്താവുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മക്കളെ നമ്മൾ വളർത്തുമ്പോൾ ഏതെല്ലാം രീതിയിലാണ് ഇപ്പൊ നമുക്ക് പറയാം. ഈ അടുത്ത് നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും, കാക്കനാട് നിന്ന് ഒരു RTO, ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഉദ്യോഗസ്ഥനെ പോലീസ് പിടിച്ചത്, വിജിലൻസ്. അയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് എന്തൊക്കെയായിരുന്നു? കേസ് കണക്കിന് മദ്യം, പിന്നെ ലക്ഷക്കണക്കിന് രൂപ അല്ലേ? ഇയാളുടെ മകൻ നാളെ കഞ്ചാവ് കച്ചവടത്തിന് ഇറങ്ങി അയാളെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. കാരണം മോന്തായം വളഞ്ഞ 56 വളയും. അപ്പൊ ഇവിടുത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നമ്മളുടെ കുട്ടികൾ ആരെയാണ് റോൾ മോഡൽ ആക്കേണ്ടത് എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. അവർക്ക് ഡൂസ് ആൻഡ് ഡോൺസിനെ കുറിച്ച്, അതല്ലെങ്കിൽ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായ കാര്യങ്ങൾ ആരാണ് പഠിപ്പിക്കേണ്ടത്? വിശേഷ അവസരങ്ങളിൽ, ഫെസ്റ്റിവൽ സീസണുകളിൽ, അതല്ലെങ്കിൽ കുടുംബ ആഘോഷങ്ങളിൽ അച്ഛനും കൂട്ടുകാരും അല്ലെങ്കിൽ ബാപ്പയും കൂട്ടുകാരും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നു. ഉമ്മയോ അമ്മയോ അവർക്ക് വേണ്ടുന്ന എന്താ പറയാ ടച്ചിങ്സോ അതേപോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നെത്തിക്കുന്നു. ഇത് കണ്ടു നിൽക്കുന്ന മകൻ +2 കഴിഞ്ഞ്, സെലിബ്രേഷൻ കഴിഞ്ഞ് അടിച്ച് പാമ്പായി വീട്ടിലെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതെവിടുന്നാ തുടങ്ങുന്നത്? ഇനി മകൻ ഒരു ദിവസം വീട്ടിൽ വരുന്നു, ഒരു സൂപ്പർ ബൈക്കിനാണ് വരുന്നത്, അവന്റെ കയ്യിൽ വില കൂടിയ ഫോൺ ഉണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടിയിടാന്ന് ചോദിക്കാനുള്ള ഒരു സാമാന്യ ഉത്തരവാദിത്വം നമുക്കില്ലേ? അത് കൂട്ടുകാരൻ തന്നതാണ്. കൂട്ടുകാരന് ഇത്ര വില കൂടിയ ഒരു ഉൽപ്പന്നം നിനക്ക് സമ്മാനിക്കാൻ മാത്രം എന്ത് റിലേഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്ന് ചോദിക്കാൻ അച്ഛനോ അമ്മയ്ക്കോ ഉത്തരവാദിത്വം ഇല്ലേ? ഈ അടുത്ത കാലത്ത് പോലീസ് ഒരു മയക്കുമരുന്ന് കേസിൽ പിടിച്ച ഒരു കുട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ഒരു +2 വിദ്യാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നടന്ന ഒരു മാസത്തിനുള്ളിൽ നടന്ന ട്രാൻസാക്ഷൻ 28 ലക്ഷം രൂപയുടേതായി. ഒരു +2 പഠിക്കുന്ന പയ്യൻ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന പോക്കറ്റ് മണി അല്ലാതെ, അല്ലെങ്കിൽ ബസ്സിനുള്ള കാശല്ലാതെ ഒന്നും ഈ പയ്യന്റെ കയ്യിലില്ല. പക്ഷെ 28 ലക്ഷം രൂപ ഇവന്റെ ബാങ്ക് അക്കൗണ്ടിലൂടെ എങ്ങനെ കടന്നുപോയി എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു സാമാന്യ ബാധ്യത. അപ്പൊ വീട്ടിലുണ്ടാവേണ്ടത് ആശയവിനിമയമാണ്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് വീട്ടുകാരെ പറ്റിച്ച് കാശ് വാങ്ങാൻ വേണ്ടിയിട്ട് പറയും, ലോഗരിതം ടേബിളിന്റെ കാലൊടിഞ്ഞു പോയി അതുകൊണ്ട് ഫൈൻ അടക്കണം എന്ന് പറയും. എന്താ ലോഗരിതം ടേബിൾ എന്നുള്ള കാര്യം നമ്മുടെ പേരൻസിന് അറിയില്ല. അതെന്തോ ടേബിളാണെന്നാണ് കരുതിയിരിക്കുന്നത്. അതൊരു പുസ്തകമാണ്, കണക്കിലെ എന്തോ സംഗതിയാണ്. കണക്കിൽ ഞാൻ അത്രയ്ക്ക് നല്ലാത്ത കൊണ്ട് അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല. ഇനി ഒരു പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ മക്കൾ പറയുന്നത് വേദവാക്യമായി അറിയാതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൽ വൈറലായ ഒരു ഇത് കണ്ടിട്ടുണ്ടാവും, ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. സ്കൂൾ പൂട്ടുന്ന അന്ന് 10ാം ക്ലാസ് പരീക്ഷ, +2 പരീക്ഷ കഴിഞ്ഞ് ക്ലാസ് അവസാനിക്കുന്ന ദിവസം സർക്കാർ ഉത്തരവ് പ്രകാരം കുട്ടികളെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഒരു അമ്മ വന്നിട്ട് ഒരു പയ്യനെ എന്താ പറയാ കുത്തിന് പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ആ അമ്മ കാണിച്ചത് തീരെ ശരിയല്ല. 12 കൊല്ലക്കാലം ഒന്നിച്ചു പഠിച്ച് പറഞ്ഞ ആ കുട്ടികളോട് പോയി കൂട്ടുകാരോടൊക്കെ യാത്ര ചെയ്തിട്ട് പറഞ്ഞിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയേണ്ടതിന് പകരം ആ കുട്ടിയുടെ എല്ലാ ഇതിനെയും അവഗണിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതല്ല വേണ്ടത്. വീട്ടിൽ ഉണ്ടാവേണ്ടത് ആശയവിനിമയമാണ്.
ഒരിക്കൽ ആലുവയിൽ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ് എടുത്തു കഴിഞ്ഞ് ഇന്ററാക്ഷനിലേക്ക് വന്നപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ ഈ പറഞ്ഞതൊന്നും അല്ല സത്യം. നിങ്ങൾ പറഞ്ഞത് ശാസ്ത്രീയ സത്യങ്ങളാണ്, പക്ഷെ റിയാലിറ്റി എന്ന് പറയുന്നത് അനുഭവങ്ങൾ വേറെയാണ്. അപ്പോ 2 പ്രാവശ്യം ഡി അഡിക്ഷൻ സെന്ററിൽ പോയി ചികിത്സ കഴിഞ്ഞ് വന്ന ഒരുത്തരാണ്. ഞാൻ മൈക്ക് അവന്റെ അടുത്തേക്ക് കൊടുത്തു. അപ്പൊ അവൻ പറയുന്നത്, ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല കൂട്ടുകൂടാൻ പോയത്. ഒരു കൂട്ടുകാരും എന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചിട്ടില്ല. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബാപ്പ രാവിലെ കച്ചവടത്തിന് പോകും, ഉമ്മ ബന്ധുവീടുകളിലേക്കും പോകും. ഞാനൊരു മകനേ ഉള്ളൂ, എനിക്ക് ഫ്രണ്ട്സ് ആരുമില്ല. അങ്ങനെ ഫ്രണ്ട്സിനെ തപ്പിയാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത്. ആ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് അവരുടെ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അവരോട് കൂട്ടുകൂടിയെന്നാണ് ആ കുട്ടി പറഞ്ഞത്.